നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഹരിയാനയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാജ്യത്തെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം. എൻ്റെ മകൻ്റെ ജീവനെടുക്കാൻ ഈ ഗോരക്ഷാ സേനയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? വലിയൊരു ചോദ്യമാണ്. സ്വന്തം മകൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അതിനുശേഷം ഒരു ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ആ അച്ഛൻ ആനന്ദ് മിശ്ര ചോദിക്കുകയാണ്, മകൻ്റെ ജീവനെടുക്കാൻ ഗോരക്ഷാ സേനയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? അതെ, അധികാരം നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും നിശബ്ദമായ അധികാരം നൽകുന്നു. അവർക്കെതിരെ പ്രവർത്തിക്കാതെ അധികാരം നൽകുന്നു. ഇവിടെ പശുവിനെ കൊല്ലുന്നത് നിഷിദ്ധമാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ വന്നാൽ ഈ ഗോരക്ഷാ സേന ആയുധങ്ങളുമായി ഇറങ്ങും, തോക്കുകളുമായി ഇറങ്ങും, വടിവാളുകളും വലിയ വടികളുമായി ഇറങ്ങും. ആൾക്കൂട്ടമായി വന്ന് അവരെ ഉപദ്രവിച്ച് തല്ലി കൊല്ലും, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും, അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ആര്യൻ മിശ്ര എന്ന് പറയുന്ന വെറും ചെറുപ്പക്കാരനെ, ഒരു ബാലനെ ചെറുപ്പക്കാരെന്ന് പറയാൻ കഴിയില്ല, നിഷ്ഠൂരം വെടിവെച്ച് ഇല്ലായ്മ ചെയ്തത് ഈ പറയുന്ന ഗോ മാംസം കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിലാണ്. ഇതാണ് ഹരിയാനയിലെ അവസ്ഥ. ഈ അവസ്ഥ വെച്ചിട്ടാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഹരിയാനയിൽ വിജയിക്കാൻ വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ആലോചിച്ചാൽ എത്ര നിന്ദ്യമായ ഒരു പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ഉളുപ്പുണ്ട് നിങ്ങൾക്ക് അവിടെ മത്സരത്തിനിറങ്ങാൻ? ആ ജനങ്ങളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? അല്ലേ? അവിടെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനിയൊരു സാധ്യത അവിടെ തെളിയുന്നെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ആയിരിക്കും. അത് 100% ഉറപ്പാണ്. അതിനുള്ള എല്ലാ കരുക്കളും രാഹുൽ ഗാന്ധി ഇടപെട്ട്, അരവിന്ദ് കെജ്രിവാൾ ഇടപെട്ട് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇന്ത്യ മുന്നണി അവിടെ വിജയിച്ചിരിക്കും. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഹരിയാനയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. AAPയും അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി സഖ്യത്തിലെത്താൻ ധാരണയായിട്ടുണ്ട്. അവിടെ ഹരിയാനയിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ BJP എന്ന് പറയുന്ന കക്ഷി, രാഷ്ട്രീയ കക്ഷി, അവിടെ അപ്രസക്തമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അവിടെ രാഹുൽ ഗാന്ധി തന്നെ മുന്നിലേക്ക് വരും. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ഒരു തന്ത്രം, ഈ ഒരു സഖ്യത്തിന് വേണ്ടി എടുക്കുന്ന തന്ത്രം വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാം. ഈ ഒരു സഖ്യത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അവർക്ക് നൽകിയത്, കുരുക്ഷേത്ര എന്ന് പറയുന്ന സീറ്റ്. ആ സീറ്റിൽ ആം ആദ്മി പാർട്ടിയിലെ ഒരാൾ, സുശീൽ ഗുപ്ത എന്ന് പറയുന്ന നേതാവ്, 29,000 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ പരാജയപ്പെട്ടത്. അതായത് വോട്ട് നില ഉയർത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ നേടിയത് ഒരു വലിയ വളർച്ചയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാര്യം, ഒരു സീറ്റിൽ, ലോക്സഭാ സീറ്റിൽ നിന്ന് അനുവദിച്ചു കൊടുത്ത ലോക്സഭാ സീറ്റിൽ 29,000 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. അതുമാത്രമല്ല, ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഹരിയാനയിലെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സാഹചര്യമാണ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചില കാര്യങ്ങളിലേക്ക്. 2014 ആം ആദ്മി പാർട്ടി അവിടെ ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. പക്ഷേ നമുക്ക് അറിയാവുന്ന പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്വവസതി കൂടി, അല്ലെങ്കിൽ സ്വന്തം ജന്മനാട് കൂടി ഹരിയാനയിലാണ് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ പരാജയം അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പൊതുവേ നമുക്കറിയാവുന്ന പോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പൊതുവെ ഒരു പുതിയ ഒരു പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ മത്സരത്തിനിറങ്ങുമ്പോൾ തീർച്ചയായും തിരിച്ചടികൾ നേരിടും എന്നുള്ള വിവരം അരവിന്ദ് കെജ്രിവാളിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പരാജയത്തിലെ ക്ഷീണം ആം ആദ്മി പാർട്ടിയെ അത്രയൊന്നും ബാധിച്ചില്ല. മുന്നോട്ട് വരാനുള്ള ഒരു ഊർജമായി അത് മാറി. അങ്ങനെ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇതാ കോൺഗ്രസുമായി ഒരു സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ പുറത്ത് അവിടെ BJP എന്ന് പറയുന്ന പാർട്ടിയെ തറ പറ്റിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി ഉദ്ദേശിക്കുന്നത്, പദ്ധതിയിടുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലും ഞങ്ങൾ ജയിക്കും എന്ന് കോൺഗ്രസ്സിന് ആത്മവിശ്വാസമുണ്ട്. അതിനെ ഒരിക്കലും അമിതാത്മവിശ്വാസം എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഭൂപേന്ദ്ര സിംഗ് ഹൂഡ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാലും, കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കാൻ സാധിക്കും. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യൻ മിശ്രയെ പോലുള്ളവർ അവിടെയുണ്ട്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക, ഒരു വർഷത്തിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കൈകൊടുത്തവരെല്ലാം ആ ഒരു വർഷത്തിനപ്പുറം BJPയുടെ നരനായാട്ടിന് ബലിയാടുകളാകേണ്ടി വന്നവരാണ്. അവർക്ക് അവരുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടവരാണ്. ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെതിരായുള്ള യുദ്ധത്തിൽ തങ്ങൾ നേടിയതൊക്കെയും അവിടെ തെരുവോരങ്ങളിൽ ഉപേക്ഷിച്ചവരാണ്.
അത്ര ഭീകരമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയവരാണവർ. അത് മറ്റാരുമല്ല, ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും. ഇവർ രണ്ടുപേരും ഇപ്പോൾ കോൺഗ്രസിന് കൈ കൊടുത്തിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് ജുലാന എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം ബാദ്ലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ബജ്രംഗ് പുനിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇത് രണ്ടും തീരുമാനമാക്കി ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ പോയി കാണുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഇവർ രണ്ടുപേരും നിന്ന് ചിത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയും അവരുടെ വിശ്വാസം, ഇനി ആകെയുള്ള വിശ്വാസം കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമാണ്. ആ വിശ്വാസം കോൺഗ്രസ് പാർട്ടി ഇനി തെറ്റിക്കാൻ പാടില്ല. കാര്യം അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് BJP ആണ് എന്നവർ തറപ്പിച്ച് പറയും. ആ BJPക്കെതിരായ പോരാട്ടത്തിലാണ് ബജ്രംഗ് പുനിയയും നമ്മുടെ വിനേഷ് ഫോഗട്ടും നിൽക്കുന്നത്. ആ പോരാട്ടത്തിന് ശക്തി പകരുകയാണ് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ ജനനേതാവ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സംഭവിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം രണ്ട് വശത്തായി അവരുണ്ടാകും. ഇവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന BJPയുടെ തേർവാഴ്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ആനന്ദ് മിശ്രയുടെ കണ്ണുനീരിന് വലിയൊരു വിലയുണ്ട്. സ്വന്തം മകനെ കുറേ പേർ ചേർന്ന് ഗോമാംസം കൈവശം വെച്ചു എന്നുള്ള പേരിൽ സ്വന്തം മകനെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ, ആ വാഹനം തടഞ്ഞു നിർത്തി വെടിവെച്ച് വീഴ്ത്തി ആ വേദനയിൽ നൊന്ത് ജീവിക്കുന്ന ആനന്ദ് മിശ്രയുടെ കണ്ണീരിനൊരു വിലയുണ്ട്. ആ വില തിരിച്ചറിയാൻ ആ നാട്ടുകാർക്ക്, ഫരീദാബാദിലുള്ളവർക്ക് തീർച്ചയായും സാധിക്കും. ആ വിഷമത്തിൽ, ആ വേദനയിൽ അവർ തീർച്ചയായും BJPയെ തള്ളിപ്പറയും. അവർക്ക് വലുത് പശുവിൻ്റെ ഇറച്ചിയല്ല, അല്ലെങ്കിൽ ഗോമാതാവിനെ സംരക്ഷിക്കലല്ല അവരുടെ ആവശ്യം. കാര്യം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ വീട്ടിൽ വളർത്തുന്ന പശു ആയിരുന്നില്ല, അവരുടെ മകനാണ് നഷ്ടപ്പെട്ടത്. എല്ലാ പ്രതീക്ഷയോടും കൂടി വളർത്തിക്കൊണ്ടുവന്ന മകനായിരുന്നു. ഇനി നിരവധി മകന്മാർ, നിരവധി മക്കൾ. ഇവിടെ ഈ ഭരണം ഇനിയും തുടർന്നാൽ പശുവിൻ്റെ ജീവന് മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് തൻ്റെ മക്കൾക്ക് ഇനി ഒരിക്കലും അവിടെ മുന്നോട്ടൊരു പോക്കില്ല എന്ന് അവിടുത്തെ രക്ഷിതാക്കൾ തിരിച്ചറിയുന്ന ഒരു ദിവസത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും BJPയെ ഹരിയാനക്കാർ കൈയൊഴിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് നിന്നാൽ, നമുക്കറിയാവുന്ന പോലെ ഭൂപേന്ദ്ര സിംഗ് കൂടെ പറഞ്ഞിരിക്കുന്ന പോലെ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് നിന്നാൽ പോലും അവിടെ നിന്ന് ജയിക്കാൻ സാധിക്കും. അത്രയ്ക്ക് ശക്തമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പാളയം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇവർ മത്സരിക്കാൻ ഇറങ്ങുന്നു. BJPയെ വീഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൂടെ കൈ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഹരിയാനയിൽ തകർന്നു വീഴുകയാണ്. 2014 ശേഷം ഞാൻ സൂചിപ്പിച്ച പോലെ അതിശക്തമായൊരു വളർച്ച നേടാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നായി മാറും. അവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്ന പോലെ അവിടെ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് പോലും അവിടെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതാണ് ഹരിയാനയുടെ അവസ്ഥ. അവിടെ പരിചയക്കാരനായ ഒരാളെ മാറ്റി പരിചയക്കുറവുള്ള സൈനിയെ കൊണ്ടുവന്ന് അവിടെ നിയോഗിച്ചു. അപ്പം ഇതുകൊണ്ടൊന്നും ഹരിയാനയെ പിടിച്ചെടുക്കാൻ, ഹരിയാനയിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ, ഹരിയാനയിൽ നൊന്തു ജീവിക്കുന്ന മാതാപിതാക്കന്മാരെ, രക്ഷിതാക്കളെ മനസ്സിലാക്കാൻ ഈ പറയുന്ന സൈനിക്ക് കഴിയാതെ വരുമ്പോൾ അവിടെ തീർച്ചയായും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ബുദ്ധിപരമായ ഓരോ നീക്കങ്ങളും, ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഏറ്റവും അതിശക്തനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തെ എന്തെല്ലാം ഇരട്ടപ്പേരുകൾ വിളിച്ചിട്ടാണ് ഈ പറയുന്ന BJPയിലെ നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നോക്കി. MP സ്ഥാനം വരെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തെ പരാജിതനാക്കാൻ നോക്കിയില്ലേ? അവിടെ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് നമുക്ക് കാണാം. അങ്ങനെ ശക്തനായ ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ ഇനിയും ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം എന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. അതിനായി ആം ആദ്മി പാർട്ടിയും കൈകൊടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ്. BJP എന്ന് പറയുന്ന വർഗീയ കക്ഷിയുടെ വീഴ്ചയാണ് അവരാഗ്രഹിക്കുന്നത്, ആം ആദ്മി പാർട്ടിയും. അങ്ങനെ രണ്ട് ശക്തരൊന്നിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം, ഉത്തരേന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഈ കർഷകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അതും BJP ആണ് എന്ന് പറയേണ്ടി വരും. അതും ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJP തന്നെയാണ് എന്ന് അവിടുത്തെ കർഷകർ ഉറപ്പിച്ച് പറയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജാട്ട് സമുദായം അവരിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ എല്ലാ സമുദായങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട്, നാട്ടിലെ കർഷകരെ വെറുപ്പിച്ചുകൊണ്ട്, നമ്മുടെ കായിക താരങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന BJPക്ക് ഇനി ഒരിക്കൽ പോലും ഇവിടെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുറപ്പിക്കേണ്ടി വരും.
നമുക്കറിയാം ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും. അതേസമയം എന്നാൽ ചില വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ ഉയരുന്നുണ്ട്. അതായത് ഡൽഹിയിൽ നടന്ന പോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു കൂടിച്ചേരലുണ്ടാക്കിയപ്പോൾ, ഒരു സന്ധിചയിലുണ്ടായപ്പോൾ അവിടെ ഒരു വലിയ പതനത്തിന് കാരണമായി തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല വിമർശനങ്ങളും ഉയർന്നു വരുന്നു. അത്തരത്തിലുള്ളൊരു വിമർശനത്തെ ശരിക്കും കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഈ പറയുന്ന അത്തരത്തിലുള്ള വീഴ്ചകൾ എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളത് പഠിക്കുക. തുടർന്ന് അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകാത്ത രീതിയിൽ നല്ല മികച്ച ഒരു സൗഖ്യമായി മാറിക്കൊണ്ട് ഹരിയാനയെ വീണ്ടെടുക്കാൻ കഴിയട്ടെ.